സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ രോഗികൾ ഒ.പി. ബഹിഷ്കരണത്തിനൊപ്പം ഇന്നലെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങിയതോടെയാണ് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. അതേസമയം ഇന്നു മുതൽ പ്രഖ്യാപിച്ചിരുന്ന PG ഡോക്ടർമാരുടെ സമരം പിൻവലിച്ചത് ആശ്വാസകരമായി. ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ശമ്പള പരിഷ്കരണത്തിലെ 57 മാസത്തിലെ കുടിശ്ശികയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ സമരം തുടരുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, വിവിധ മെഡിക്കൽ കോളേജുകളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. അതിനിടയിലാണ് ഈ ഡോക്ടർമാരുടെ സമരം കൂടി വരുന്നത്. അത് രോഗികളെ ചില്ലറയല്ല വലയ്ക്കുന്നത്. ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിന് സാധ്യതയില്ല എന്നാണോ ഇതിനകം? രഞ്ജിത്ത്, ഈ ഒരു ഡോക്ടർമാരുമായി പലതവണ ആരോഗ്യമന്ത്രി അടക്കം ചർച്ചകൾ നടത്തിയെങ്കിലും സമവായത്തിലേക്ക് എത്തിയില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എല്ലാം അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു. ആദ്യം OP ബഹിഷ്കരണം, പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടായി മറ്റും, അതായത് റിലേ സമരം എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ സമരം എത്തിയത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയകൾക്ക് ഡേറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ ഡേറ്റ് ലഭിച്ച നിരവധി രോഗികൾ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ ഡോക്ടർമാരുടെ സമരം പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രതിസന്ധിയിലായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചർച്ചകളിലൂടെ സമവായമാവാത്തത് കൊണ്ട് തന്നെ സമരക്കാരെ നേരിടാൻ ഇപ്പോൾ സർക്കാർ ഈ ഒരു സമരക്കാരുടെ പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിനോടൊപ്പം ഡയസ് നോട്ട് പ്രഖ്യാപിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതൊരു സമവായത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഡോക്ടർമാരും സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തുറന്ന പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള, കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ PG ഡോക്ടർമാരുടെ ഒരു സമരവും കൂടി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതും ഇന്നലെ തന്നെ ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ വൈകുന്നേരം ഒത്തുചേർന്ന യോഗത്തിൽ ആ ഒരു സമരം പിൻവലിക്കുകയായിരുന്നു. സ്റ്റേറ്റ്മെന്റിൽ അടക്കമുള്ള കുടിശ്ശിക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നൊരു ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് PG ഡോക്ടർമാർ ഈ സമരത്തിൽ നിന്നും ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. ഈ ഡോക്ടർമാരുടെ സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തന്നെ ഈ PG ഡോക്ടർമാരെ വിന്യസിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളുടെ അടക്കം പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ PG ഡോക്ടർമാർ കൂടി സമരത്തിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതിനെ. നമുക്കറിയാം, മണ്ടാർ മെഡിക്കൽ കോളേജിലടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ, ചികിത്സാ പിഴവും അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പ് നേരിടുന്നതിനിടയിലാണ് ഈ ഡോക്ടർമാരുടെ സമരവും കൂടി മുൻപിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിസന്ധി കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനും ഏത് രീതിയിലാണ് ആരോഗ്യവകുപ്പ് നേരിടാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ്. കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഈ ഒരു സമരക്കാരുടെ പട്ടിക അടക്കം എടുത്തുകൊണ്ട് മറ്റ് രീതികൾ, അതായത് നടപടികളിലേക്ക് കടക്കാനുള്ളൊരു നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, അതായത് നേരത്തെ സാരംഗ് പറഞ്ഞ പോലെ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ ലിസ്റ്റ് അടക്കം സർക്കാർ ആരോഗ്യവകുപ്പ് ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അത് ഡയസ്നോടക്കം പ്രഖ്യാപിക്കുക തുടങ്ങിയ കടുത്ത നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് സമവായത്തിനുള്ള സാധ്യതകൾ തുറക്കാതെ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുന്ന സർക്കാരിൻ്റെ നിലപാടിനോട് ഡോക്ടർമാരുടെ പ്രതികരണം എന്താണ്? അത് കാര്യങ്ങൾ വഷളാക്കിയല്ലേ ഉള്ളൂ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇത് കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. കാരണം തുടർച്ചയായി വരുന്ന ചികിത്സാ പിഴവ്, അതിനൊപ്പം തന്നെയുള്ള രോഗികളുടെ ബുദ്ധിമുട്ടും വലിയ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകളാണ്. നമുക്കറിയാം, ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ആണെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന സംഭവം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, അതിനിടയിലാണ് ഈ ഡോക്ടർമാരുടെ സമരം പെട്ടെന്ന് കൂടുതൽ കടുപ്പിക്കുന്നത്. അതിനിടയിലാണ് ഈ ചർച്ചകൾ തുറക്കാതെ, അതായത് സമരക്കാരെ കൂടുതൽ സമവായത്തിന് വിളിക്കാതെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനം വരുന്നത്. ഡോക്ടർമാരുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിനൊപ്പം തന്നെ നമുക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു PG ഡോക്ടർമാർ ഈ ഒരു സമരം കടുപ്പിക്കുകയാണ്. ഡോക്ടർമാരെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചിലടക്കം അവർ പങ്കാളികളായിരുന്നു. ഇനി ഈ ഒരു കൂടുതൽ ആരോഗ്യവകുപ്പിൻ്റെ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് PG ഡോക്ടർമാരടക്കം ഈ സമരത്തിൽ പങ്കാളികളാകുമോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ നവംബർ മുതൽ ആരംഭിച്ച സമരമാണ്. അതായത് ചെറിയ രീതിയിൽ ആരംഭിച്ച് പിന്നീട് OP ബഹിഷ്കരണം, കുറച്ച് ദിവസങ്ങളിൽ OP ബഹിഷ്കരണം, പല ഘട്ടങ്ങളായിട്ടുള്ള കാഷ്വാലിറ്റിയിലടക്കം പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മാസങ്ങളായി നടക്കുന്ന ചർച്ചകളും സമരങ്ങളുമാണ് ഈ ഒരു ശസ്ത്രക്രിയ മുടങ്ങുന്നതടക്കം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണമായത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ കൂടുതൽ ചർച്ചകൾക്കൊരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്നടക്കം ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു. അതും ഈ ഒരു ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദം പല വഴിക്കായതുകൊണ്ട്
നടപടി കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് അടക്കം എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അതായത് പട്ടിക മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഡാഷ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിട്ടില്ല. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണവും കഴിഞ്ഞ ദിവസം അതായത് സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. അതായത് സർക്കാരിന്റെ നടപടി കടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമരവും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഏതായാലും 57 മാസത്തെ ശമ്പള കുടിശ്ശിക ബാക്കിയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് അത് ഡോക്ടർമാർക്ക് നൽകുന്നില്ല എന്ന പരാതിയുണ്ട്. അതിനൊപ്പമാണ് ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന ആവശ്യം കൂടി സർക്കാർ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ആരോഗ്യരംഗത്തെ സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല. പലവിധ പ്രശ്നങ്ങളാൽ വലയുകയാണ്. പലവിധ സമ്മർദ്ദങ്ങളും ആരോഗ്യവകുപ്പിന് ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.